സതീശ കള്ളം പറയല്ലേ, തുട്ട് ഉണ്ട്. മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം വി.ഡി. സതീശൻ പറഞ്ഞ ഒരു കാര്യം, സംസ്ഥാനത്തെ ഖജനാവ് കാലിയാണ്, നയാ പൈസയില്ല. ഖജനാവിൻ്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ട്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു ധവളപത്രം ഇതാ പുറത്തിറക്കാൻ പോകുന്നു. എന്തുകൊണ്ടാണ് സതീശൻ ഇങ്ങനെ പറഞ്ഞത്? വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകൂർ ജാമ്യമായി വേണം ഈ ഒരു പ്രസ്താവനയെ നമ്മൾക്ക് നോക്കിക്കാണേണ്ടത്. എ.കെ. ആന്റണി വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം ഇതാ, ആന്റണിയുടെ വാക്കിതാണ്: ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എല്ലാം നടപ്പിലാക്കാനാവില്ല, മുണ്ടു മുറുക്കി ഉടുക്കണം, കയ്പുനീർ കുടിക്കേണ്ടി വരും. ഇതാണ് എ.കെ. ആന്റണി പറഞ്ഞത്. അതായത് ജനപ്രിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാൻ പോകുന്നില്ല. ആന്റണി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് സതീശനെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. സതീശൻ ആന്റണിയെ കൊണ്ട് പറയിപ്പിച്ചതാണോ, ആന്റണി സതീശന് മുൻകൂട്ടി പിന്തുണ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. ഏതായാലും സതീശൻ ഇക്കാര്യത്തിൽ കള്ളം പറയുകയാണ് എന്നാണ് മുൻ ധനകാര്യ മന്ത്രി കെ.എൻ. ബാലഗോപാൽ അടിവരയിട്ട് ഇന്നും പറഞ്ഞിരിക്കുന്നത്. ബാലഗോപാലിന്റെ കണക്കനുസരിച്ച് ഖജനാവ് കാലിയല്ല എന്ന് മാത്രമല്ല, 4000 കോടി രൂപ ഖജനാവിലുണ്ട്. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കള്ളം വി.ഡി. സതീശനും എ.കെ. ആന്റണിയും പ്രചരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം കെ.എൻ. ബാലഗോപാൽ പറയുന്ന കണക്കുകൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, അദ്ദേഹം പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4000 കോടി രൂപ നമ്മുടെ ഖജനാവിലുണ്ട്. 2, 16ാം ധനകാര്യ കമ്മീഷൻ ഈ വർഷം 10,000 കോടി രൂപ സംസ്ഥാനത്തിന് തരാൻ പോവുകയാണ്. അപ്പോൾ എത്ര കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കുന്നത്? 10,000 പ്ലസ് 4,000 കോടി രൂപ, ഏതാണ്ട് 14,000 കോടി രൂപ സംസ്ഥാന ഖജനാവിലേക്ക് ഇതാ വരാൻ പോകുന്നു. ഇനി ബാലഗോപാൽ പറഞ്ഞത് രാഷ്ട്രീയമായി ഒരു കള്ളമാണ് എങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയമായി കെ.എൻ. ബാലഗോപാൽ പറയുന്നത് ഒരു രാഷ്ട്രീയ അടവാണെങ്കിൽ, അവിടെയും ഒരു ചോദ്യം വരുന്നുണ്ട്. കാരണം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം നടത്തിയ ഏറ്റവും ജനപ്രിയ പ്രഖ്യാപനങ്ങളിലൊന്ന് പെൻഷന് 1070 കോടി രൂപ അനുവദിച്ചു. പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണെങ്കിൽ എങ്ങനെയാണ് സതീശ ഈ 1070 കോടി രൂപ താങ്കൾക്ക് അനുവദിക്കാൻ കഴിയുന്നത്? ഇനി രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപയായി കൂട്ടും, അംഗനവാടി ജീവനക്കാരുടെ അലവൻസ് 1000 രൂപയായി വർദ്ധിപ്പിക്കും. ഇതിനൊക്കെ എവിടുന്നാണ് സതീശ കാശ്? അപ്പോൾ കെ.എൻ. ബാലഗോപാൽ പറഞ്ഞതല്ലേ ശരി? കെ.എൻ. ബാലഗോപാൽ പറഞ്ഞതാണ് ശരി. അല്ലെങ്കിൽ എവിടെ നിന്നാണ് സതീശൻ ഈ 1070 കോടി രൂപ പെൻഷനായി കണ്ടെത്തുന്നത്, ക്ഷേമ പെൻഷനായി കണ്ടെത്തുന്നത്? എവിടെ നിന്നാണ്? പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിന്ന് എങ്ങനെയാണ് മാജിക്ക് കാണിച്ചിട്ടാണോ ഈ പൈസ ഉണ്ടാക്കുന്നത്? ഇനിയും കണക്കുകളുണ്ട്. വി.ഡി. സതീശൻ പറയുന്നത് GST ഇനത്തിൽ 25,000 കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് എന്നാണ്. അത് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ഈ 25,000 കോടി രൂപ സതീശൻ എങ്ങനെ പിരിച്ചെടുക്കും? ആരിൽ നിന്ന് പിരിച്ചെടുക്കും? സമയബന്ധിതമായി പിരിച്ചെടുക്കുമോ? പിരിച്ചെടുക്കുന്നെങ്കിൽ ആരിൽ നിന്ന്, എത്ര രൂപ, എപ്പോൾ എന്നിങ്ങനെയുള്ള കാര്യം സതീശൻ പറയാൻ ബാധ്യസ്ഥനാണ്. UDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഖജനാവ് കാലിയായിരുന്നുവെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല. ആശാ വർക്കർമാർക്ക് പൈസ കൊടുക്കാൻ കഴിയില്ല, ക്ഷേമ പെൻഷന് 1070 കോടി രൂപ കൊടുക്കാൻ കഴിയില്ല, അങ്കണവാടി ജീവനക്കാർക്ക് 1000 രൂപ കൂട്ടിക്കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ സതീശനും എ.കെ. ആന്റണിയും പറയുന്നത് ഒരു മുൻകൂർ ജാമ്യം തന്നെയാണ്. അതായത് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകൂറായിട്ടുള്ള ജാമ്യമാണ് ഖജനാവ് കാലിയാണ്, ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുന്നു എന്ന് പറയുന്ന കള്ളം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞാലും, എന്തെല്ലാം കുറ്റങ്ങൾ ആരോപിച്ചാലും, കഴിഞ്ഞ 10 വർഷമായി ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ 10 വർഷമായി ക്ഷേമ പെൻഷൻ പിണറായി സർക്കാർ മുടക്കിയിട്ടില്ല. മാത്രമല്ല, ഒരു തവണ പോലും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, വീണ്ടും പറയാം, ട്രഷറി പൂട്ടിയിടേണ്ടി വന്നിട്ടില്ല. തന്നെയുമല്ല, ധനകാര്യ കമ്മീഷനിൽ LDF സർക്കാരിൻ്റെ കൃത്യമായ സംയോജിതമായ ഇടപെടലിൻ്റെ ഫലമായി ഈ വർഷം മുതൽ നികുതി വിഹിതം 1.9 നിന്ന് 2.38 വർദ്ധിച്ചിട്ടുണ്ട്. 10,000 കോടി രൂപയാണ് ഇങ്ങനെ കിട്ടുക. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ, അല്ലെങ്കിൽ സതീശൻ്റെ ട്രഷറിയിൽ 5 പൈസ ഇല്ല,
ഖജനാവിൽ 5 പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം. ഇത്രയും പണം ഖജനാവിലേക്ക് എത്തിക്കേണ്ടത് ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന സതീശന്റെ മിടുക്കാണ്. ആ മിടുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും പണം ഖജനാവിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ കാര്യപ്രാപ്തി ഇല്ലാതെ വരുമ്പോൾ ഈ പണം ഖജനാവിലേക്ക് എത്തില്ല. സതീശൻ പറയുന്ന 25,000 കോടി രൂപയുടെ GST പിരിക്കാൻ കഴിയില്ല. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് AK ആന്റണിയുടെയും VD സതീശന്റെയും ഈ മുൻകൂറുള്ള ഒരു ജാമ്യം. നയാ പൈസ ഇല്ല എന്നുള്ള ജാമ്യം അത് പച്ചക്കള്ളമാണ്. KN ബാലഗോപാൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ പറഞ്ഞു, സതീശൻ പറയുന്നത് വിശ്വസിക്കരുത്, ഖജനാവിൽ 4,000 കോടി രൂപ ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് 1,070 കോടി രൂപ പെൻഷന് വേണ്ടി സതീശൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുക? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.